നമസ്കാരം. ആൽഫ പാലിയേറ്റീവ് കെയർ ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തൊടുപുഴ അൽ അസർ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ സ്റ്റുഡൻസ് അസോസിയേഷൻ ഓഫ് പാലിയേറ്റീവ് കെയറിന്റെ ആദ്യ ബോധവൽക്കരണ ക്ലാസ് അൽ അസർ ഡെന്റൽ കോളേജ് പബ്ലിക് ഹെൽത്ത് വിഭാഗവുമായി ചേർന്ന് നടത്തി. പ്രിൻസിപ്പൽ ഡോക്ടർ വിനോദ് അധ്യക്ഷത വഹിച്ചു. ഡയറക്ടർ ഡോക്ടർ പൈജാസ്, ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ഡോക്ടർ പ്രജിത, ആൽഫ കമ്മ്യൂണിറ്റി ഡയറക്ടർ സുരേഷ് ശ്രീധരൻ, SAPC പ്രൊജക്ട് കോർഡിനേറ്റർ വിജിൻ വിൽസൺ, ഡോക്ടർ ലക്ഷ്മിപ്രിയ, ഇടുക്കി ജില്ലാ കമ്മ്യൂണിറ്റി വെൽഫെയർ ഓഫീസർ ലിഡ സിറിയക് എന്നിവർ നേതൃത്വം നൽകി. ക്ലാസിൽ 70 വിദ്യാർത്ഥികൾ പങ്കെടുത്തു. ആൽഫ കുട്ടനാട് സെന്റർ ഇന്നലെ വ്യത്യസ്തമായ ഒരു ചടങ്ങിന് സാക്ഷ്യം വഹിച്ചു. തലവടി സ്വദേശിയും സാമൂഹ്യ പ്രവർത്തകനും അകാലത്തിൽ വേർപിരിയുകയും ചെയ്ത രതീഷ് ആനാരിയുടെ 1ാം ചരമവാർഷിക ചടങ്ങായിരുന്നു അത്. 41ാം വയസ്സിൽ വിട പറഞ്ഞ രതീഷിന്റെ ചരമവാർഷികം ആൽഫയ്ക്കൊപ്പം പങ്കിടണമെന്ന കുടുംബത്തിന്റെ ആഗ്രഹത്തിന് കുട്ടനാട് സെന്റർ വേദിയാവുകയായിരുന്നു. അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ, സഹോദരി സ്മിത സുഗു, സുഹൃത്തുക്കൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ആൽഫ പ്രാർത്ഥനയോടെ ആരംഭിച്ച പരിപാടിയിൽ രതീഷിനെ കുറിച്ചുള്ള അനുസ്മരണം വോളണ്ടിയർ നിർമ്മല ചന്ദ്രമോഹൻ പങ്കുവച്ചു. ഒപ്പം ആൽഫ കുട്ടനാട് സെന്ററിന്റെ പരിചരണത്തിലിരിക്കെ ആ ദിവസം മരണമടഞ്ഞ അനിരുദ്ധ്, പൊന്നമ്മ കൈമൾ എന്നിവർക്കായും പ്രത്യേകം പ്രാർത്ഥിച്ചു. രതീഷിന്റെ ഓർമ്മയ്ക്കായി ഒരു തൈ സഹോദരി സ്മിത നട്ടു. രതീഷിന്റെ കുടുംബാംഗവും സെന്ററിന്റെ സെക്രട്ടറിയുമായ കൊച്ചുമോൻ രതീഷിന്റെ അനുശോചന യോഗം ഊഷ്മളമാക്കിയതിലുള്ള അഭിനന്ദനം അറിയിച്ചു. ആൽഫ കുട്ടനാട് സെന്റർ ട്രഷറർ ചന്ദ്രമോഹൻ നായർ, വർക്കിംഗ് പ്രസിഡന്റ് അനിൽ വെറ്റിലക്കണ്ടം, ബെറ്റി ടീച്ചർ, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം കലേഷ് എന്നിവർ സംസാരിച്ചു. ആൽഫ എല്ലാവരിലും എപ്പോഴും എന്ന ക്യാമ്പയിന്റെ ഭാഗമായി ആൽഫ പാലിയേറ്റീവ് കെയർ പുനലൂർ സെന്ററിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിളക്കുടി പഞ്ചായത്ത് കുടുംബശ്രീ CDS യോഗത്തിൽ ബോധവൽക്കരണ പരിപാടി നടത്തി. വിളക്കുടി പഞ്ചായത്ത് പ്രസിഡന്റ് റെജീന തോമസ്, കുടുംബശ്രീ ചെയർപേഴ്സൺ KR ശ്രീകല എന്നിവർ നേതൃത്വം വഹിച്ചു. പാലിയേറ്റീവ് കെയറിനെ കുറിച്ചും ആൽഫ പാലിയേറ്റീവ് കെയറിന്റെ ഉദ്ദേശങ്ങളെക്കുറിച്ചും വിഷൻ 2030 കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ഓഫീസർ അക്ഷയ് ബാബു വിശദീകരിച്ചു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. ജയ് ഹിന്ദ്.